ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. ചില ദിവസങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, എന്തായാലും ഇന്ന് ആയിക്കോട്ടെ എന്ന് കരുതി. തന്നെ ഇന്ന് നൈറ്റ് പോയാൽ മതി. അതുകൊണ്ട് ചില സമയത്തൊക്കെ ശരത്തണ്ണായിരിക്കും നേരത്തെ എഴുന്നേൽക്കുന്നത്. ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കും, അല്ലെങ്കിൽ അനിക്കുട്ടി എഴുന്നേൽക്കാറുണ്ട് നേരത്തെ. ഇന്ന് ശരത്തണ്ണാണ് എഴുന്നേറ്റത്. കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ്. അത് കഴിഞ്ഞ് അനിക്കുട്ടി അപ്പം തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ എഴുന്നേറ്റ്. ചില സമയത്തൊക്കെ അനിക്കുട്ടി താമസിച്ചാണ് എഴുന്നേൽക്കാറ് കുറച്ച്. എന്നാലും എഴുന്നേൽക്കുമ്പോൾ രാവിലെ വഴക്ക് വിണക്കം അങ്ങനത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ ആദ്യം തന്നെ മോട്ടർ അടിക്കാനാണ് പോയത്. ഇവിടെ രാവിലെ കുറച്ച് നേരമേ നല്ല വെള്ളം വരത്തുള്ളൂ. ഞങ്ങളെപ്പോഴും നല്ല വെള്ളമാണ് യൂസ് ചെയ്യാറില്ലാത്തതിന്. അതുകൊണ്ട് അകത്തേക്ക് കുറച്ച് നല്ല വെള്ളം പിടിച്ചതിന് ശേഷം ഞങ്ങൾ മോട്ടർ അടിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ പല്ല് തേക്കാൻ പോയി. ഞാനും അനുവും അച്ചാച്ചനും ഒന്നിച്ചാണ് പല്ല് തേക്കാൻ പോകുന്നത്. അനുവിന് രാവിലെ പല്ല് തേക്കുന്നതേ ഇഷ്ടമല്ല. അനുവിന് രാവിലെയും രാത്രി ഒന്നും പല്ല് തേക്കുന്നത് ഇഷ്ടമല്ല. വല്ലൊക്കെ കഥയൊക്കെ പറഞ്ഞാണ്. അച്ചാച്ചനാണ് സാധാരണ പല്ല് തേപ്പിക്കാറ് അച്ചാച്ചനോടൊപ്പം. ഇന്നും അച്ചാച്ചൻ തന്നെ തേപ്പിച്ചത്. പക്ഷെ ഞാൻ തന്നെ തേപ്പിക്കാൻ നോക്കിയിട്ട് അവൾക്ക് തേക്കണ്ട, ഞാൻ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾ തേക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവളുടെ അച്ഛൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശരിയായില്ല. പിന്നെ കരയിപ്പിച്ച് എന്നെ തേച്ച്. അതിനുശേഷം ഞാൻ മുഖം കഴുകിയൊക്കെ വന്ന് ഞങ്ങൾ കിടന്ന് പായും ഷീറ്റും എല്ലാം ഞാൻ മടക്കി വെച്ച്. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ അനുവിനെ പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുവന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പായെല്ലാം മടക്കി അവിടെ സാധാരണ മുറിയിലാണ് കൊണ്ട് വെക്കാറ്. ഞാനിപ്പോൾ അവിടെ സൈഡിൽ മടക്കി എടുത്ത് വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേസ്റ്റ് വണ്ടിയുടെ സൗണ്ട് കേട്ട്. ഇവിടെ വേസ്റ്റ് വണ്ടി വരും എല്ലാ ദിവസവും. ഒരു സൈഡിൽ പേപ്പർ, പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ, ഒരു സൈഡ് ഫുഡ് വേസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് അച്ചാച്ചനും മോളും അമ്മയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഞങ്ങളുടെ മെനു. ചപ്പാത്തി ഉള്ള ദിവസം മിക്കപ്പോഴും ശരത്തണം തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറ്. നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ രാവിലെ ഉണ്ടാക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ശരത്തണം തന്നെ ചപ്പാത്തി ഉണ്ടാക്കും. ശരത്തന് നല്ല സ്പീഡും ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. അനുവിന് പിന്നെ ചപ്പാത്തി ഇഷ്ടമാണ്, പുട്ടും പഴവും ഇഷ്ടമാണ്. പുട്ടും പഴവും പൂരി ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച്. ആ സമയത്ത് ശരതണ്ണപ്പുറത്ത് ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അനുവിനും ചപ്പാത്തി പരത്തണം. അനു എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും അനുവിന് ചപ്പാത്തി പരത്തണം. അവൾ അച്ചാച്ചൻ ഉണ്ടാക്കി ചപ്പാത്തിക്കകത്ത് ഓട്ടയൊക്കെ ഇട്ട് വെച്ചേക്കും. അതിന് അച്ചാച്ചൻ പരാതി പറയുമായിരുന്നു. എന്നിട്ട് അവൾക്ക് കുറച്ച് മാവളുടെ അച്ചാച്ചൻ കൊടുത്ത് അത് വെച്ച് അവൾ ഫേഷ്യൽ ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ ചായ ഇടാൻ പാലില്ലാത്തതുകൊണ്ട് അച്ഛൻ പാല് വാങ്ങിക്കാൻ പോയി. അവളെ കാണാതെ പോയത്. അവളെയും കൊണ്ടുപോയി അവൾക്ക് രാവിലെ തന്നെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അതിന് അച്ഛനോട് പരിഭവമൊക്കെ പറഞ്ഞ് നടന്ന് വരും അച്ഛനും മോളും കൂടെ. അപ്പം അച്ഛൻ പറഞ്ഞു പിന്നെ അച്ഛൻ പോകുമ്പോൾ മോനും മുട്ടായി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ എല്ലാം മിക്ക തമിഴ് എന്തോന്നൊക്കെയാണ്. ഇത് കന്നഡയിലുള്ള ഏതോ ബ്രാൻഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തി, മുട്ടക്കറി, മുട്ട, അനുവിന് പാല്, ഞങ്ങൾ ചായ ഇട്ട് അനുവിന് പാലും കൊടുത്ത്. അനുവിന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. രാവിലെ ഞങ്ങൾ അങ്ങനെ കാർട്ടൊന്നും വെച്ച് കൊടുക്കാറില്ല. രാവിലെ ഞങ്ങൾ മൂന്നും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കഴിക്കും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു വലിയ കടമ്പയാണ് അനുവിന് എണ്ണ തേപ്പിക്കുക. അനുവിന് തലയിൽ എണ്ണ തേക്കുന്നത്, കുളിക്കുന്നത്, അങ്ങനത്തെ ഒന്നും കുഞ്ഞിന് ഇഷ്ടമില്ല. അങ്ങനെ അനുവിന് എണ്ണയൊക്കെ തേച്ച് അനു അപ്പുറത്ത് അങ്കിളിൻ്റെ അടുത്ത് പോകുമെന്നും പറഞ്ഞ് അങ്കിളിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് ഞാൻ തുണി കഴുകാൻ തുടങ്ങി. തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. പല്ല് തേക്കാൻ പോയപ്പോൾ തുണി മുക്കി വെച്ച്. അത് കഴിഞ്ഞ് തുണിയെല്ലാം കഴുകി അവിടെ കംഫർട്ട് മുക്കി വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനൊന്നും ഇല്ല, ഈ ഹൈഫൻ്റെ സിറം അത് മാത്രമേ തേക്കും. മുഖം കഴുകിയിട്ട് അത് തേക്കും. പക്ഷേ ഇപ്പം എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ എൻ്റെ മുഖം അൺഈവൻ ടോണായിരുന്നു. അപ്പോൾ ഇപ്പം ഇച്ചിരി ഈവനായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ കഴുകി വെച്ച തുണിയൊക്കെ ഇന്നലെ ഇട്ട തുണി വെയിലത്തിട്ടായിരുന്നു. ഒന്ന് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അതെല്ലാം മടക്കി എടുത്ത് വെച്ച്. അനു അപ്പുറത്ത് അങ്കിളിൻ്റെ അടുത്ത് തന്നെ. ഇല്ലായിരുന്നെങ്കിൽ അനു തുണി കഴുകാനും മടക്കി വെക്കാനൊക്കെ കൂടിയാണ്. ഞാൻ പോയി പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിക്കാൻ പോയി. അങ്ങനെ അവളെ ഞാൻ കുളിപ്പിക്കാൻ കയറ്റിയപ്പോൾ അവൾ പറയുക നിക്കർ ഇട്ടിട്ടുണ്ടമ്മയെന്ന്. ഞാൻ പറഞ്ഞു മോനെ വീഡിയോക്കകത്ത് വരാനുള്ള അതുകൊണ്ടാണ് നിക്കറിട്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൾ നിക്കറില്ലാതൊക്കെയല്ലേ സാധാരണ കുളിക്കാറ്. അതുകൊണ്ട് അവൾ നിക്കറിടണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അവളെ സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച്
അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു ഹായ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഹായ് ഒക്കെ തരുന്നുണ്ട്. എന്നിട്ട് ചിരിക്കുക. എന്നിട്ട് കഴുതയിൽ ഒരു വരവിൻ്റെ മാലയായിരുന്നു കിടന്നത്, അത് അവൾ പൊട്ടിച്ച് അവൾ പിന്നെ അതിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ അവളെ ഞാൻ കുളിപ്പിച്ച്. ഈ സമയത്ത് അവളുടെ അച്ഛൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് വന്ന് ക്രീമൊക്കെ ഇട്ട് നിക്കറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പിടാനുള്ള കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് വേണം. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ മാഹാത്മ്യം, ഇനി കുട്ടീനെ ഞാൻ പിരിവൊക്കെ എഴുതി ഒന്ന് കുളമാക്കി എടുക്കാൻ നോക്കുകയാണ്. അവൾ സഹകരിക്കും, എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. താണ്ടേ എൻ്റെ കലാകൊലപാതകം. അങ്ങനെ അവളുടെ അച്ഛൻ ചിക്കനുമായിട്ട് വാങ്ങിക്കാൻ പോയിട്ട് വന്നു. അപ്പം അറിയാമല്ലോ അച്ഛൻ വന്നാൽ എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാതിരിക്കത്തില്ല, ഇല്ലെങ്കിൽ അവളെ വീട്ടിൽ തിരിച്ചു വെക്കും. എനിക്കും കൊണ്ടുവരും. അങ്ങനെ ഇന്ന് അച്ഛൻ മഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു, 2 മഞ്ച്, ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അനുവിന്. അതിനുശേഷം ഞാനും ശരത്തണ്ണനും കൂടെ കഴുകി വെച്ച തുണിയൊക്കെ കഫട്ടി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരത്തണ്ണൻ പിഴിഞ്ഞ് വന്ന് ഞാൻ വിരിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് അനു അവിടെയൊക്കെ കളിച്ച് നടക്കും. അനു അങ്ങനെ വലിയ ബഹളമുള്ളവളൊന്നുമല്ല. അപ്പം ശരത്തണ്ണന് പുറം വേദന എടുക്കുന്നെന്ന് പറഞ്ഞ് കഴുത്ത് വേദന. അങ്ങനെ ഞാൻ കുറച്ച് തൈലം ചൂടാക്കി ദേഹത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോഴത്തേക്ക് അനു അവിടെ അച്ചാച്ചൻ്റെ മടിയിലിരിക്കുകയും എന്തെടുക്കുമെന്ന് നോക്കാനൊക്കെ വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ കുഴമ്പ് തേച്ചെടുത്ത് ഇച്ചിരി ചൂട് പിടിക്കാമെന്നും പറഞ്ഞ് വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് അവിടെ വേദനയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്തണ്ണൻ അവിടെയൊക്കെ തൂക്കാൻ തുടങ്ങി. ആ സമയത്ത് അനു അവിടെ ഒരു കസേര കയറി നല്ല കുട്ടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ ചിക്കൻ കറി വെക്കാനല്ല, ബിരിയാണി വെക്കാമെന്ന് കരുതി ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. സവാളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അതൊക്കെ വഴറ്റി അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് അനിക്കുട്ടി കയറി വന്ന് ഭയങ്കര ഉമ്മയും കൊഞ്ചലും കളിയും ചിരിയും ഹൈഫൈ ഒക്കെ താ അമ്മയെന്നും പറഞ്ഞ് കുറച്ച് നേരം അവളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്ന് എനിക്ക് ഉമ്മ തരികയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ചൂടുകളൊക്കെ വീണ് പൊള്ളിയൊക്കെ ഇരിക്കുക കൈ. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയല്ല, കുട്ടികൾ സ്നേഹമുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കുഞ്ഞ് എനിക്ക് ഉമ്മയൊക്കെ തരും, ഐ ലവ് യു പറയും, ഹൈഫൈ ഒക്കെ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് ശരത്തണ്ണൻ തൂത്ത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം അനുക്കുട്ടി വൃത്തികേടാക്കിയിട്ടേക്കുമായിരുന്നു. ശരത്തണ്ണൻ പിന്നെ അവിടെ എല്ലാം കൂടെ തുടയ്ക്കുകയും കൂടെ ചെയ്ത് അവളുടെ കുഞ്ഞിക്കാല് തുടച്ചെടുത്ത് എല്ലാം അവളുടെ കുഞ്ഞിക്കാലുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് ഞാൻ ബിരിയാണിയിലൊക്കെ അരിയൊക്കെ കഴുകിയിട്ട്, അത് ഈസി പീസി കുക്കർ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് മിക്കപ്പോഴും ചിക്കൻ വാങ്ങിച്ചാലും കുറച്ചെടുത്ത് ഞങ്ങൾ ബിരിയാണി വെക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ബിരിയാണിയും സാലഡും എല്ലാം കൂട്ടി ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ച്. അനു ഇച്ചിരി കഴിച്ചിട്ട് അനുവിന് കാർട്ടൂൺ വെക്കണമെന്നും പറഞ്ഞ് പിന്നെ അനു വാശിയായി. അനു ഉച്ചയ്ക്ക് രാത്രിയിൽ എന്തെങ്കിലും കാർട്ടൂൺ കണ്ടാണ് ചോറ് കഴിക്കാറ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം അവൾക്ക് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവൾ കാർട്ടൂണും കണ്ട് ആഹാരം കഴിച്ച്. ഞങ്ങളും കഴിച്ച്. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, ഞങ്ങളെ എപ്പോഴും ഇതാണ് ഉണ്ടാക്കാറ്. ഷാൻജിയോ ചേട്ടൻ്റെ ബിരിയാണിയില്ലേ, അതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം പവർ നാപ്പ് എടുക്കാമെന്നും പറഞ്ഞ് കിടക്കാൻ പോയി. അനുവായിട്ട് കുറച്ചധികം നേരം ഞങ്ങൾ കളിച്ച് ഇരിച്ച്. അനുവിന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നതേ ഇഷ്ടമല്ല, അനു ഉറങ്ങാൻ സമ്മതിക്കത്തേ ഇല്ല. ഞാൻ പറയും വാ മോളെ, കഷ്ടമല്ലേ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ലൈറ്റെല്ലാം ഓഫാക്കി കഥയൊക്കെ അടച്ച് ഇരുട്ടാക്കിയിട്ട് ഭൂതം വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ കിടത്താറ്. കുറച്ച് നേരം ഞങ്ങൾ കളിച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എഴുന്നേറ്റത് വൈകുന്നേരമാണ്. ഞാൻ കാപ്പി ഇടാൻ ചെന്നപ്പോഴത്തേക്ക് താണ്ടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ അവളുടെ വണ്ടിയിൽ കയറി അവൾ വന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉമ്മ തരുമെന്ന്, അവൾ ഉമ്മ വന്ന്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ച്. ശരത്തണ്ണനാണെങ്കിൽ എൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പോവാറായിരിക്കും, അത് മാറണം, പിന്നെ അരിയും വാങ്ങിക്കണമെന്നും പറഞ്ഞ് പോകാൻ റെഡിയായി. ഞാനും അനുവും വാക്കിങ്ങിന് പോകാനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും അനുവും മുകളിലുള്ള ചേച്ചിമാരും വല്യമ്മയും എല്ലാവരും കൂടെ ഒരു വഴിയിൽ പോയി. അച്ചാച്ചന് മുടിയും വെട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ചാച്ചൻ അത് വഴിയും പോയി. പിന്നെ വന്നത് രാത്രി ആയപ്പോഴാണ്. രാത്രി അച്ചാച്ചൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോഴേ അച്ചാച്ചന് പോകാൻ സമയമായി, കമ്പനി പോകാൻ സമയമായി. ഈ ഫോൺ റെഡിയാക്കാൻ കുറേ സമയം പിടിച്ച്, അതുകൊണ്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബിരിയാണി, ഉച്ചയ്ക്കുണ്ടാക്കിയ ബിരിയാണി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്കത്തത് തന്നെ ആയിരുന്നു രാത്രിയിലും. പക്ഷേ ഫോൺ നന്നാക്കി വന്നപ്പോഴത്തേക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് എല്ലാം ഹറിബറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനുവിന് ബിരിയാണിയൊക്കെ പിന്നെ കാർട്ടൂൺ വെച്ച് അനുവിനും ബിരിയാണി വാരി കൊടുത്ത് ആസ് യൂഷ്വൽ ഞങ്ങളും വയറ് നിറച്ച് കഴിച്ചു. അനുവിന് വാരി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അനു ഇങ്ങനെ വായി വെച്ചുകൊണ്ടേ ഇരിക്കും. അവൾ കുറച്ചൊക്കെ തന്നെ വാരി തിന്ന്. അത് കഴിഞ്ഞ് ശരത്തണം പോകാൻ റെഡിയായി. ഷൂവും സോക്സൊക്കെ ഇട്ട് റെഡിയായി. അപ്പോഴത്തേക്ക് ബാഗ് കൊടുക്കാൻ ആൾ വന്നു. അനിക്കുട്ടിയാണ് എപ്പോഴും അച്ചാച്ചന് ബാഗ് എടുത്ത് കൊടുക്കുന്ന ആൾ. അങ്ങനെ അച്ചാച്ചന് അനിക്കുട്ടി ബാഗൊക്കെ എടുത്ത് കൊടുത്ത് അച്ചാച്ചന് ഉമ്മയൊക്കെ കൊടുത്ത് അച്ചാച്ചനും ഉമ്മ കൊടുത്ത് മോളും ഉമ്മ കൊടുത്ത് അച്ചാച്ചന് യാത്ര പറയാൻ വേണ്ടി പോയത്, ടാറ്റ കൊടുക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി റോഡിൽ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോകും. എന്നിട്ട് അച്ചാച്ചൻ മറയുന്നത് വരെ പിന്നെ ഉമ്മ കൊടുക്കണം എന്നും പറഞ്ഞു പോയ ആളെ തിരിച്ച് വരുത്തി ഉമ്മയും കൊടുത്ത് അച്ചാച്ചൻ അങ്ങ് മറയുന്നത് വരെ അവൾ ടാറ്റ കൊടുക്കും. എന്നിട്ട് എന്നോടും പറയും, അച്ചാച്ചൻ പോയില്ല, ടാറ്റ കൊടുക്കമ്മേ, ടാറ്റ കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഞാനും ടാറ്റ കൊടുത്തുകൊണ്ട് നിൽക്കും. അവളും ടാറ്റയും കൊടുത്ത് പ്ലേയിങ് കിസ്സും കൊടുത്ത് നിൽക്കും. അവളുടെ അച്ഛൻ പോകുന്നവരെ, അവളുടെ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ ചെയ്യും. അത് കഴിയുമ്പോൾ അവൾ പറയും, അച്ഛൻ പോയി പോവാന്ന് പറയും. അങ്ങനെ കാർട്ടൂൺ അവിടെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് പോയി അവൾ കാർട്ടൂൺ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ പായൊക്കെ വിരിച്ച് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവളെ ഞാൻ കുറച്ച് നേരം കിടത്തി. അവളപ്പോൾ അവളുടെ അച്ഛൻ ഫ്ലാഗ് വാങ്ങിച്ചിട്ടുണ്ടോ, നമുക്ക് ഫ്ലാഗ് വേണമെന്നും പറഞ്ഞ് അതിട്ട് കളിക്കുമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു വാവ കിടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിക്കിടന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഞാനും കിടന്ന് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പം ശരി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് കിടന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ അനു പല്ല് തേച്ചില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റ് അനുവിനെയും കൊണ്ട് പല്ല് തേക്കാൻ പോയി. ഞാനും പല്ല് തേച്ച് അനുവും പല്ല് തേച്ച്. അപ്പം അനുവിന് കുഴപ്പമില്ലായിരുന്നു പല്ല് തേക്കാൻ. രാത്രി ചില സമയത്ത് അവൾ പല്ല് തേക്കാൻ സമ്മതിക്കും, ചില സമയത്ത് അവൾ സമ്മതിക്കത്തില്ല. ഒരു പ്രത്യേക തരം കുട്ടിയാണ് എൻ്റെ മോൾ. അങ്ങനെ ഞാനും പല്ല് തേച്ച് അവൾക്കും പല്ല് തേപ്പിച്ച് കൊടുത്ത് ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അതെന്താ ആരും ലൈക്ക് ചെയ്യാത്ത? പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഞങ്ങളുടെ വീഡിയോയ്ക്കൊന്നും ലൈക്ക് ചെയ്യാത്ത? എല്ലാം പറ മോനെ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് പറ.